ഇന്നോവ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 30,000 രൂപയും കൊണ്ട് ഇവിടെ വന്നാൽ രാവിലെ കൊണ്ടുവന്ന് വണ്ടി കൊടുത്താൽ വൈകുന്നേരത്തിനുള്ളിൽ ഇവർ കൺവേർട്ട് ചെയ്ത് തന്നുകൂടും കേട്ടോ. അതായത് നിങ്ങളുടെ അടുത്ത് ഒരു 2017, 18, 19 മോഡലൊക്കെ ഫോർച്യൂണർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോർച്യൂണർ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കൺവേർട്ട് ചെയ്ത് ലെജൻഡർ ആക്കണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ അല്ലേ? എല്ലാം അടക്കം യൂസ്ഡ് അല്ല. ഇതിന് കമ്പനി ഒരു പീസിന് 11,000 ആ ലെവലിൽ വിലയെന്ന് പറഞ്ഞു. നമ്മൾ എത്രയ്ക്ക് കൊടുക്കുന്നത്? ഇതിന് 1,900 ആ ലെവലാണ് വില ഉള്ളത്. കുറഞ്ഞ ക്വാളിറ്റി നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണിച്ചിരുന്നു. 700-800 രൂപയ്ക്കൊക്കെ അല്ലേ? 500 ഉള്ളിലുണ്ട്. ഇനി പോളോന്റെ എയർ ബാഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അതെ, നല്ല അടിപൊളി സാധനമുണ്ട്. ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? ഇതിനൊക്കെ 600 രൂപ. 600 രൂപയുള്ളൂ. ഇത് ബേസ് ഓപ്ഷനാണ്. ഇതിന് LED വരുന്നുണ്ട്. അപ്പോൾ മാറ്റം വരും. 600 രൂപയുള്ളൂ കേട്ടോ. ഇതിനൊക്കെ 800 രൂപ. 800 രൂപയുള്ളൂ. 800 രൂപയ്ക്ക് കൊടുക്കാം. ബോക്സ് പീസ് ആണ് അത്. ഇത് ബോക്സ് ഇല്ല. ഇത് പുതിയതാണോ? അതെ, പുതിയ സാധനമാണ് അല്ലേ? അതായത് ഈ എയർ ബാഗ് ഒക്കെ വർക്കിംഗ് ആയിരിക്കും. ഒന്നും മനസ്സിലല്ല. പക്ക നല്ല സാധനം. വണ്ടി വന്ന് ഊരി വെച്ച അതേലും 9,000 രൂപയ്ക്കാണ്. എന്നാലും നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെയധികം ഗംഭീരമായിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ വളരെ വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളുടെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഐറ്റംസ് യൂസ്ഡ് ഉണ്ട് കേട്ടോ. അതായത് ഒരു വണ്ടിയൊക്കെ എന്തെങ്കിലും കാരണവശാൽ ആക്സിഡന്റ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പാർട്സ് കംപ്ലൈന്റ് ആവുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോറൂമിൽ പോയിട്ട് ആ സാധനങ്ങൾ ഇൻ കേസ് ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നും കാര്യമായിട്ടില്ലാത്തൊരു വണ്ടിയാണ്, ലേശം പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ പോയിട്ട് പുതിയ സാധനമൊക്കെ മേടിക്കാൻ വളരെയധികം റേറ്റ് വരും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിലേക്കൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന കുറച്ചധികം നല്ല കിടിലൻ പോലത്തെ പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർച്യൂണർ, ഇന്നോവ, അതുപോലെ തന്നെ പോളോ, പിന്നെ അതായത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ്, അതായത് പഴയ മോഡലിൽ നിന്ന് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് വണ്ടികളുടെയും കൺവേർഷൻ കിറ്റുകൾ ഇവിടെ കിട്ടും കേട്ടോ. ഇത് ഈ ഇരിക്കുന്ന സാധനമൊക്കെ കണ്ടോ, ഇത് മുഴുവനായിട്ടും നമ്മുടെ ലെജൻഡറിൻ്റെ സാധനങ്ങളാണ്. അതായത് 2018, 19 ആ ഒരു മോഡലുള്ള ഫോർച്യൂണറൊക്കെ നിങ്ങൾക്ക് ലെജൻഡറാക്കി മാറ്റണമെങ്കിൽ പറ്റുന്ന കിടിലൻ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മുണ്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എക്സാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ഹൈവേ നിന്ന് ഒരു ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസിലാണ് ഇവരുടെ ബഡ്ജറ്റ് ഓട്ടോമൊബൈൽസ് ആൻഡ് ന്യൂ ആൻഡ് യൂസ്ഡ് സ്പെയർ പാർട്സിൻ്റെ ഒരു ഷോറൂം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടുത്തെ ഒരു ഷോറൂമിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക്, അതായത് ഒരുപാട് പേർക്ക് ഒരുപാട് ഉപകാരം കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ചധികം നല്ല സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നേരെ ഒന്ന് ഉള്ളോട്ട് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ഒരുപാട് സാധനങ്ങൾ ഇവരിങ്ങനെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്നുണ്ടോ ലെക്സസിൻ്റെ കിറ്റൊക്കെയാണ്. ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളോട്ട് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും സ്റ്റിയറിംഗ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെയാണ് ശരിക്കും ഇവരുടെ ഒരു എന്താ പറയുക ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടി നമ്മുടെ സൗബീഹ് ഉണ്ട്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഭാഗത്തിരിക്കുന്നത് ഇത് മുഴുവൻ നമ്മുടെ മിററുകളല്ലേ, സൈഡ് മിറേഴ്സ് ആണ്. ഇത് മുഴുവൻ അതായത് ഹെഡ്ലൈറ്റ് ഐറ്റംസ് ആണ്. അതായത് എന്താ പറയുക 25,000, 30,000 മുതൽ 1-1.5 ലക്ഷം രൂപയൊക്കെ വില വരുന്ന ഹെഡ്ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് വെറും 5,000, 10,000 രൂപയ്ക്കൊക്കെ കിട്ടും. അതായത് യൂസ്ഡ് ആയിരിക്കും, ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞു തുടങ്ങിയാലോ. ഇതൊക്കെ ശരിക്കും ഇത് നമ്മുടെ കിയൻ്റെ അല്ലേ? സെൽറ്റോസ് അല്ലേ? ടോപ്പ് എൻഡ് മോഡലിന്റെ ആണ്. അതിന്റെ ഉള്ളിൽ ആ ഒരു കിറ്റും സാധനങ്ങളൊക്കെ വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 28,000 ഒരെണ്ണത്തിന് 30,000 രൂപ. ഇത് ശരിക്കും യൂസ്ഡ് അല്ലേ? ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അല്ലേ? ഈ കാണുന്ന സ്ക്രാച്ച് മാത്രമേ ഇതിനുള്ളൂ. ജസ്റ്റ് ഒരു പോളിഷ് ക്രീം ഇട്ട പോലുള്ള സ്ക്രാച്ച് ഇപ്പൊ ഇതിനുണ്ട്. അത്ര നല്ല നീറ്റ് കണ്ടീഷനുള്ള ഒരു സെറ്റ് ഉണ്ട്. വേറെ ഡാമേജ് ഒന്നും ഇല്ലല്ലോ. ഇതിനിപ്പോ എല്ലാ ലെഗും എല്ലാം ക്ലിയർ ഉള്ള നല്ല പീസാണ്. നല്ല പീസാണ് അല്ലേ? ഇതിനൊക്കെ നമുക്കിപ്പോ ഈ സാധനം നിങ്ങൾക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? 9,000, 8,000 ലെവലിലാണ് ഇതിന് പ്രൈസ് ഉള്ളത്. ഒരെണ്ണം. അത്രയും എത്ര വൃത്തിയിലാണ്. നാലഞ്ച് കുറച്ച് സ്ക്രാച്ച് കുറച്ച് 6-5 ലെവലൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഇത് ഇതിന്റെ ലെക്സസ് ആണ്. ലെക്സസ് അല്ലേ? ഇതിന് ശരിക്കും എന്ത് വിലയുണ്ട് ലെക്സസിന്? എന്തായാലും 1 ലക്ഷത്തിന് മേലെ റേറ്റുള്ള ഒരെണ്ണം. ഇതിപ്പോ ഈ ഒരു സാധനം നിങ്ങൾ എത്രയ്ക്ക് കൊടുക്കും? 10,000, 15,000 ലെവലൊക്കെ ആ ലെവലിൽ കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഏത് വണ്ടിക്ക്, അതായത് സാധാരണ നമ്മുടെ മാരുതി രണ്ടും പ്രീമിയം വണ്ടി നോക്കിയത് റേറ്റ് കുറവുണ്ട് കേട്ടോ. അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഹോണ്ട സിറ്റി ആണ്. ഇതൊക്കെ നല്ല എൻക്വയറി ലൈറ്റ് ആണ്. ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 15-16 മോഡൽ ഫേസ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. 17-18 അയക്ക് വെക്കാൻ പറ്റിയ ഹെഡ് ലൈറ്റും അതിന്റെ ഗ്രിൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിനെന്തായാലും ലൈറ്റ് മസ്റ്റ് ആണ്. ലൈറ്റ് നമുക്ക് പുതിയത് ഏകദേശം 20-something റേറ്റുള്ള ലൈറ്റ് ആണ്. ഇത് ഒരു പീസിന് ഫുള്ളി DRL-ആണ്. ഉള്ളിൽ ബൾബ് ഇടണ്ട, ഫുള്ളി വൈറ്റ് ലൈറ്റ് വരും. അങ്ങനത്തെ വരുന്നത്. ഇതിന് 6,500, 7 ലെവലാണ്. ഇതിന് ബൾബ് ഇടുന്ന സെയിം ലെവൽ തന്നെ ബൾബ് ഇടുന്ന വരും. അതിനാകുമ്പോ 4,000 വരും. ഓ, അപ്പൊ അത്രയും വില വ്യത്യാസം ഉണ്ടല്ലേ നിലവില്? അതായത് ഓരോ സാധനത്തിലും എന്താ പറയാ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ മേലെ വില വ്യത്യാസമുണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻ കേസ് നിങ്ങളുടെ വണ്ടി എന്തെങ്കിലും ആക്സിഡന്റ് ആവുമോ കംപ്ലൈന്റ് ആവുമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ഒരു പ്രശ്നമില്ല. ലേശം പഴയ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ബമ്പർ ടു ബമ്പറൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് പോയാലോ. ഹെഡ്ലൈറ്റ് ഇത് മാത്രമല്ല കേട്ടോ, ഇനി സാധാ മാരുതി 800 മുതൽ ഏറ്റവും ടോപ്പ് വണ്ടി, അതായത് പ്രാഡോൻ്റെ സാധനം വരെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതാണ് നോക്കേണ്ടത്. ഇത് ടൊയോട്ടൻ്റെ ഗ്രില്ലല്ലേ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കണ്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ വേറെ ഒരുപാട് സാധനം കാണിക്കാനുണ്ട്. ഇതോ, ഇത് സൈഡ് മിറർ അല്ലേ? ഇതെടുത്തോളൂ. ഇതിലിപ്പോ ഇതെടുത്തോളൂ. ഇതാ ഇന്നോവയുടെ മിററാണ്. ഇന്നോവേന്റെ ഇതൊക്കെ ഇന്നോവ, പക്ഷേ ഇതൊക്കെ ഓരോ ഓപ്ഷനാണ്. ഇതിപ്പോ ഇന്നോവ ഏറ്റവും ബേസിൽ വരുന്ന. ഇതിപ്പോ ശരിക്കും ഇന്നോവേന്റെ സൈഡ് മിറർ, ക്രോം വരുന്ന അല്ല, ഇൻഡിക്കേറ്റർ വരുന്ന മിറർ. അതായത് ഇത് ഇൻഡിക്കേറ്ററിന്റെ ആണോ? ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ അതിന്റെ മോട്ടോർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഫംഗ്ഷൻ ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഇൻഡിക്കേറ്റർ വരുന്നതാണ്. പുതിയ പീസ്, യൂസ്ഡ് അല്ല. ഇതിന് കമ്പനി ഒരു പീസിന് 11,000 ആ ലെവലിൽ വില മിറർ. നമ്മൾ എത്രയ്ക്ക് കൊടുക്കുന്നത്? ഇതിന് 1900 ആ ലെവലാണ് വില ഉള്ളത്. കുറഞ്ഞ ക്വാളിറ്റി നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണിച്ചിരുന്നു. 700-800 രൂപയ്ക്കൊക്കെ അല്ലേ? 500 അതുള്ളിലുണ്ട്. ഇതിനിപ്പോ 1900. കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്താൽ ഈ ഇതൊന്നും കാണൂല അല്ലേ? ഇത് പെയിന്റ് ചെയ്യാനുള്ള പോസ്റ്റാണ്. ഈ പോസ്റ്റാണ് നമ്മുടെ വണ്ടീന്റെ കളറിനനുസരിച്ച്. അടിപൊളി. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾ വെറും 11,000 രൂപ വിലയുള്ള സാധനം വെറും 1900 സെയിം സാധനം തന്നെ. അതിനപ്പോ ഈ കപ്ലർ ഒന്നും വരില്ല, ഒന്നും കൂടി കുറച്ചൊരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, ചെറിയ ഡിഫറൻസ്. ഓക്കെ. അങ്ങനെ ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ എത്ര സൈഡ് മിറർ സ്റ്റാർട്ടിങ് വരുന്നത്? ഏറ്റവും കുറഞ്ഞ ഇപ്പം 1800 സ്റ്റാർട്ടിങ് 150 രൂപ. 150 രൂപ. ഓക്കെ, 150 രൂപയ്ക്ക് ഒരു സൈഡ് മിറർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ഏതിന്റെയാ? ഇതൊക്കെ ഇറ്റിയോസിന്റെ സെയിം നല്ല റെഗുലർ ആയിട്ട് എൻക്വയറി വരുന്ന ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന മിറേഴ്സാണ്. ഇൻഡിക്കേറ്റർ വരുന്ന മിറർ. ഓക്കെ. പക്ഷെ നമ്മളിപ്പോ ഇറ്റിയോസ് പ്ലാറ്റിനം ആക്കുമല്ലോ, അപ്പൊ അതിന്റെ കൂടെ തന്നെ മാറ്റുന്ന ഒരു. ഇതിലും മോട്ടോർ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതല്ലേ? ഇതിൽ മോട്ടർ, ഇത് നോബാണ്. മോട്ടർ വരുന്നുണ്ട്. മോട്ടർ വരുന്നതിന് എന്ത് വില വരും? മോട്ടർ വരുന്നത് നമുക്ക് ഇപ്പൊ മാറ്റുമ്പോൾ വെക്കാൻ പറ്റില്ല. ഇന്നോവക്കൊക്കെ പഴയ ഓപ്ഷൻ തന്നെ അധികം മോട്ടർ ഉണ്ട്. ഇറ്റിയോസിനാകുമ്പോൾ മോട്ടർ വരുന്നില്ല. അപ്പൊ അത് ഇൻഡിക്കേറ്റർ ഉള്ള ഓപ്ഷൻ വേണ്ടിട്ട് എല്ലാവരും തീർക്കും. ഇത് 1650 1600 മോട്ടർ ഉള്ളതിനാണെങ്കിൽ മോട്ടർ ഉള്ളതാകുമ്പോൾ 2200 2000 ആ റേറ്റ് ഉള്ളൂ അല്ലേ? എന്നിരുന്നാലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ വളരെ വില കുറച്ച് കിട്ടും. ഇനി ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ ഇവിടുത്തെ എയർ ബാഗ് ആണ്. എയർ ബാഗ് അല്ലേ? ഇനി പോളോന്റെ എയർ ബാഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അതെ, നല്ല അടിപൊളി സാധനമുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ സംഭവം? ടർബോ ഒക്കെ ആയിരിക്കും അല്ലേ? ടർബോന്റെ കോറൊക്കെ ഉണ്ട്. ഇവിടെ കുറെ സ്റ്റാർട്ടിംഗ് മോട്ടോഴ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും വർക്കിംഗ് ആണോ? അതൊക്കെ വർക്കിംഗ് ചെക്ക് ചെയ്ത്. ഇത് ഡൈനാമോ ആണ് കേട്ടോ. ഇതൊക്കെ എന്ത് റേറ്റ് വരും? അതിന് റേറ്റ് യൂസ്ഡ് ആകുമ്പോൾ വലിയൊരു ഐഡിയ ഇല്ല, ചോദിച്ചു പോകണം. ഓക്കെ. ഈ സ്റ്റാർട്ടിംഗ് മോട്ടറൊക്കെ ഏകദേശം ഒരു 1500 അല്ലേ സ്റ്റാർട്ടിംഗ് മോട്ടർ റേറ്റ്? 1000 തൊട്ടിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് കാണിച്ചു തരാം. ഇത് ബലേനോ ആണ് അല്ലേ? ബലേനോന്റെ ടെയിൽ ലാമ്പാണ് കേട്ടോ. ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? ഇതിനൊക്കെ 600 രൂപ. 600 രൂപയുള്ളൂ. ഇത് ബേസ് ഓപ്ഷനാണ്. LED വരുന്നുണ്ടാവുമ്പോൾ 600 രൂപയുള്ളൂ കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പോറലോ പൊട്ടലോ ഒന്നുമില്ല. അത്ര നീറ്റ് സാധനം കേട്ടോ. 600 രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇത് ഏതിൻ്റെയാ? ഇപ്പോഴത്തെ ഫോർച്യൂണർ. ഒരു 2017-18 മോഡലിന്റെ. 18 മോഡൽ. ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? ഇതിനൊക്കെ കമ്പനി റേറ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതിന് ഒരു 3000-3500 ലെവലിലെ വില. നമ്മളിവിടെ എങ്ങനെയാണെങ്കിലും ഇത് LED വരുന്ന മോഡലാണ്. 1000-ന് മേലെ ഉണ്ടാവും. അതെ. അത് മാത്രമല്ല ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ ഇല്ല, കിറ്റൊക്കെ. അതിന് ഡിക്കിമ വരുന്ന പീസ് വേറെ ഉണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ ഇവിടെ ഒരു ഭാഗത്ത് സണ്ണി, പിന്നെ സൈലോ, പിന്നെ അൾട്ടോടെ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന സാധനം. ഈ ലൈറ്റൊക്കെ മങ്ങിപ്പോയിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ മങ്ങിപ്പോയ ലൈറ്റൊക്കെ ഉള്ളവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയോ. ഇതിനെന്ത് വിലയുണ്ട്? 800 രൂപ. 800 രൂപയുള്ളൂ. 800 രൂപയ്ക്ക് കൊടുക്കാം. ബോക്സ് പീസ് ആണ്. ഇത് ബോക്സ് ഇല്ല. ഇത് പുതിയതാണോ? പുതിയ സാധനമാണ് അല്ലേ? അടിപൊളി. മോട്ടർ ഒഴിവാക്കി, അതാണ് ചെറിയ ഇളക്കം വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അല്ലേ? മോട്ടർ എടുക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ പുതിയ പീസാണ്. ഇത് ഒറിജിനലാണ്. മോട്ടർ വെക്കാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു സാധനമാണ് സ്റ്റിയറിംഗ് വീൽസ് അല്ലേ? സ്റ്റിയറിംഗ് വീൽ, ഇന്നോവയുടെ സ്റ്റിയറിംഗ് വീൽ. ഇത് ഇന്നോവേന്റെ സ്റ്റിയറിംഗ് വീൽസ് ആണ്. ഫോർച്യൂണർ, അൾട്ടീസ് എല്ലാ വണ്ടിക്കും പറ്റും അല്ലേ? ഇത് കണക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും അല്ലേ? കണക്ഷൻ ക്ലോക്ക് സ്പ്രിംഗ് മാത്രം എക്സ്ട്രാ കൊടുത്താൽ മതി. നമ്മൾ ഇതിനെ കൂടെ വേണമെങ്കിൽ പറഞ്ഞാൽ കൊടുക്കും. അത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇതൊക്കെ നോക്കി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇതിലൊരു കവറിംഗ് ഒക്കെ കൊടുത്താൽ 13-14 മോഡൽ ഇന്നോവ ഒന്ന് സ്ക്രാപ്പ് ചെയ്താൽ മാത്രം ഒരു പീസ് കിട്ടുള്ളൂ. വെറുതെ വണ്ടി നൂരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ചെറിയ വൃത്തിയായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഈ ഭാഗമൊക്കെ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും. ഈ ഭാഗമൊക്കെ പെയിന്റ് ചെയ്യാൻ പറ്റും. സ്വിച്ചിന് കളർ പോയാൽ നോക്കിയാൽ മതി. സ്വിച്ചിന് കളർ പോയിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ റാപ്പ് ചെയ്യും, സ്റ്റിച്ച് ചെയ്യും. ചെയ്തിട്ടില്ല, ബേസ് ആയിട്ട് വെച്ചേക്കാം. ഇതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻ എല്ലാ സാധനങ്ങളും വരുന്നു. ഇതിനെന്ത് വിലയുണ്ട്? ഇങ്ങനെ 9500 മൊത്തം സെറ്റ് 9500. പക്ഷേ ഈ എയർ ബാഗിന് മാത്രം 8000-8500 ഡൽഹിയിൽ റേറ്റ് കൊടുക്കണം അല്ലേ? മൊത്തം സെറ്റിന് 9500. അതായത് ഈ എയർ ബാഗ് ഒക്കെ വർക്കിംഗ് ആയിരിക്കും. ഒന്നും മനസ്സിലല്ല പക്ക നല്ല സാധനം. വണ്ടി വന്ന് ഓക്കെ. അപ്പൊ എന്തായാലും 9000 രൂപയ്ക്കാണ്. എന്നാലും നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ. നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് എന്തായാലും ഡിസ്കൗണ്ടും കാര്യങ്ങളും. നോർമല് വിൽക്കുന്നത് 10000 ലെവലാണ്. ഇതൊക്കെ ഏതിന്റെ? ഇത് സ്വിഫ്റ്റിന്റെ ആണ്. സ്വിഫ്റ്റ് VDI
സ്വിഫ്റ്റ് അല്ലേ? ഇത് എന്ത് വിലയുണ്ട്? ഇതിനൊക്കെ എത്ര 1200 1500 ഇതൊക്കെ പൊക്ക വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ് അല്ലേ? അതായത് സ്വിഫ്റ്റിന്റെ മീറ്റർ കൺസോൾ ആരുടെയും കംപ്ലൈന്റ് ആവുമോ, ഈ ഡിസ്പ്ലേ പോവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. സാധനം ഇവിടെ ഉണ്ട്. അങ്ങനെ കുറെ മോഡൽ ഗ്ലാസ് മാറ്റി വെക്കാം, അപ്പോൾ ഗ്ലാസ് സ്ക്രാച്ച് ഉള്ളൊന്നും വിഷയമില്ല അല്ലേ? ഇത് സിയാസ് അല്ലേ? പുതിയ സിയാസ് എർട്ടിഗ വരുന്നത് ഹൈബ്രിഡിന്റെ അതായത് ഈ നീല കളർ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അത് വരെ ഇവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, പുതിയ സാധനം. ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്, ഒന്ന് ഓടിച്ചങ്ങ് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന ഇതൊക്കെ എന്താ സംഭവം? ഇത് ഹെഡ്ലൈറ്റ് ആണ്, അൾട്ടീസിന്റെ അല്ലേ? ടൈപ്പ് 1 ടൈപ്പ് 2 വരുന്ന. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എപ്പോൾ വന്നാലും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും? ഇതൊക്കെ ഫുൾ ടൈം സ്റ്റോക്ക് ഒരുപാട് ഐറ്റംസ്, എപ്പോഴും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? ഇതിനൊക്കെ 3900 ഇമ്പോർട്ടഡ് ക്വാളിറ്റി ആട്ടോ. ഇമ്പോർട്ടഡ് ക്വാളിറ്റി അല്ലേ? അതുപോലെ തന്നെ ഇനി ഇതെന്താ സംഭവം? ഇത് ഫോർച്യൂണർ ഡോർ ക്ലാഡിംഗ് എന്ന് പറയും. ഡോർ ക്ലാഡിംഗ് അല്ലേ? ചില ഫോർച്യൂണർ ഡോർമെന്തേ ഇല്ല, ഡോർമത്തെ ഒരു പീസ്, 4 ഡോർമെന്റ് 4 പീസ് പുറത്തല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ABS വരുന്നതാണ്, പ്രോപ്പർ ABS ആണ്. ഓക്കെ, ഇത് നമുക്ക് പെയിന്റ് അടിച്ചൊക്കെ വെക്കാം വണ്ടിയുടെ കളർ അനുസരിച്ച് അല്ലേ? ഇതൊക്കെ ഭയങ്കര എൻകോറൽ ഐറ്റംസ് ആണ്. ഇതിനെന്ത് വിലയുണ്ട്? ഇതിനൊക്കെ 10000 വില ഉണ്ട്. 4 പീസ് വരെ. 4 പീസിന് 10000 രൂപ. അക്സറീസിന്റെ ഐറ്റംസ് ആണ്. അല്ല, 4 പീസിന് 10000 രൂപ. അതെ. ഓക്കെ, അതിനകത്ത് റേറ്റ് ഒക്കെ കുറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ്, കുറച്ച് റൈറ്റിൽ വരുന്ന ഐറ്റംസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂസ്ഡ് ഒറിജിനൽ, അതായത് കമ്പനി വരുന്ന ആ ഒരു മിറർ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ, യൂസ്ഡ് സാധനങ്ങൾ ഈ ഇരിക്കുന്നത് മുഴുവൻ, ഈ അടിഭാഗത്ത് ഇരിക്കുന്നത് മുഴുവൻ യൂസ്ഡ് സാധനങ്ങളാണ്. ഇതെല്ലാം വർക്കിംഗ് പക്കയായിരിക്കും. ചെക്ക് ചെയ്ത് പ്രോപ്പർ ചെക്ക് ചെയ്ത പീസ് നമ്മൾ മേലോട്ടം കണ്ടാണല്ലോ. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് സ്റ്റാർട്ടിങ്? 2000 ഷിഫ്റ്റ് ബ്രസ അതൊക്കെയാണ്. ഇത് ഷിഫ്റ്റിന്റെ 2000 ആണ്. 2000 രൂപ അല്ലേ? അത് ഓരോന്നിനും ഓരോ വിലയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 400 കൂടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് ഏതിന്റെയാ? അൾട്ടോ 800, അൾട്ടോ ആ ലെവലൊക്കെ, സെലേരിയോ ബേസ് മോഡൽ, അതൊക്കെ 400 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് വരുന്നുള്ളൂ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ നേരെ ഉള്ളോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോർച്യൂണറിന്റെ ലൈറ്റ് ഒന്ന് മാറണമെങ്കിൽ അല്ലേ, ഇത് ശരിക്കും ഈ ടൈപ്പ് 2 പറ്റുന്നതാണോ? ടൈപ്പ് 2 കൺവേർഷൻ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ പോകുന്നത് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ? അതായത് ടൈപ്പ് 2 പറ്റുന്ന ടൈപ്പ് ഒരു ലൈറ്റ് ആണ്. ഇത് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ, കാരണം ഭയങ്കര ഫിനിഷിംഗ് ആണ്. അതെ അല്ലേ? ഇൻഡിക്കേറ്റർ സാധനങ്ങളെല്ലാം മാട്രിക്സ് ഇൻഡിക്കേഷൻ കളിക്കുന്നത് അല്ലേ? ഓക്കെ, ഇത് ശരിക്കും ഒരു സെറ്റ് ഫുൾ ആണോ? ഇത് 4 പീസ് വരും. 4 പീസ്. അതെങ്ങനെയാ? ഇതിങ്ങനെ 13500 റേറ്റ് വരുന്നത്. 13500 രൂപ 4 പീസിന്. 4 പീസ്. ഓക്കെ, ഇത് ശരിക്കും കുറഞ്ഞ BMW ഉണ്ട് 12000. ഇതിങ്ങനെയല്ലേ ഇതിന്റെ സെറ്റ് വരിക? ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സംഭവം. അപ്പൊ 2 പീസായിട്ടാണ് വരുന്നത് ഫോർച്യൂണറിന്റെ. അപ്പൊ ഇതിന് 4 പീസിന് എത്ര? 4 പീസിന് എത്ര വില? 13500. ഇനി ഇതിൽ തന്നെ വേറെ ഡിസൈനിലാകുമ്പോൾ 12500 12 ലെവലൊക്കെ ഉണ്ട്. ഇതിപ്പോ 12 മുതൽ 14 വരെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ എക്സ്ട്രാ വന്നിട്ടാണ് കുറച്ച് എമൗണ്ട് 500 രൂപ കൂടി മാറ്റം വരുന്നത് അല്ലേ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടീന്റെ ഏതെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനി സ്റ്റോക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ ദേണ്ട ഇവിടെ സ്റ്റോക്ക് സാധനം അവൈലബിൾ ആണ്. ഇത് ഊരി വെച്ചാൽ തോന്നുന്നു ഏതാ വണ്ടിയിൽ? LED ആക്കിയപ്പോൾ അവർ ഊരി വെച്ചാണ് സാധനങ്ങളെല്ലാം. ഇത് കമ്പനി വന്ന ഒറിജിനൽ സാധനം. ഒറിജിനലാണ്. ഓക്കെ, അതായത് ഇതാണ് ഇതിന്റെ ബാക്കി. ഓക്കെ, ഇത് പിടിച്ചോ. അതായത് പൊട്ടലോ ഒരു പ്രശ്നവും ഇല്ല, സ്ക്രാച്ചസ് പോലും ഇല്ലാത്ത സാധനം. ഓരോരുത്തർ മാറുമ്പോൾ ഊരി വെക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ത് വിലയുണ്ട് ഇപ്പോൾ? ഇതിനൊക്കെ 2500. ഇത് പുതിയതുകൊണ്ട് 3000 ലെവലുള്ളൂ. ഇത് 2500. ഇതിനൊക്കെ 1500. 1500 എല്ലാം കൂടി റേറ്റ് നോക്കണം കേട്ടോ. ഫോർച്യൂണർ ആണ് ഇത് രണ്ടും കൂടി. അപ്പോൾ 3500 രൂപ. അതെ അതെ. അപ്പോൾ ഏകദേശം 7000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ സെറ്റ് 2 സൈഡിലേക്കുള്ള സാധനം കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഭാഗത്തായിട്ട് ഇവിടത്തൊക്കെ ഫുള്ള് വൈപ്പർ ബ്ലേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രില്ലുകളാണ് കേട്ടോ. അതായത് സിയാസിൻ്റെ ഉണ്ട്, ഹോണ്ടേൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഹ്യുണ്ടായി ഉണ്ട്, ടൊയോട്ട ഉണ്ട്, ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. പിന്നെ ഇതൊക്കെ യൂസ്ഡിൽ വരുന്ന ഗ്രില്ലാണ്. ഇനി നിങ്ങൾക്ക് മെയിൻ സാധനം കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വണ്ടി, അതായത് നിങ്ങളുടെ ഫോർച്യൂണറൊക്കെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അല്ലേ, ഇതിപ്പോൾ ഇന്നോവയുടെ പോകണ്ട, ഇന്നോവേൻ്റെ അല്ലേ? ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല നിലവിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്നോവ, അതായത് ഒരു ടൈപ്പ് 2 ഒരു ടൈപ്പ് 4 ഇന്നോവ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് കേട്ടോ. അതായത് മൊത്തം സാധനം ഉണ്ടല്ലോ, ഇത് ഇത്രയല്ല, ബമ്പറും സാധനങ്ങളും വേറെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഞാൻ നിരത്തി വെച്ചിട്ടില്ല എന്നുള്ളൂ. അതായത് ശരിക്കും ഒരു ഇന്നോവ ടൈപ്പ് 2 ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാൻ ടോട്ടൽ എത്ര രൂപ വേണം? നല്ല ക്വാളിറ്റി സ്റ്റാർട്ടിങ് വരുന്നത് 26 നല്ല ക്വാളിറ്റി പറഞ്ഞുകൊണ്ട് 30 നമുക്ക് എടുക്കാം. പക്ഷേ എല്ലാ ഇമ്പോർട്ടഡ് പാർട്സ് എടുത്താണ്ട് ഇത് ഇത്രയും സാധനങ്ങൾ, അതായത് 2 ബമ്പർ ബാക്ക് മാറ്റണം നിർബന്ധമില്ല. ടൈപ്പ് 2 കാണി മാറ്റണം. ടൈപ്പ് അധികം ടൈപ്പ് 2 വണ്ടിയാണ് ഉണ്ടാവും. ഫ്രണ്ട് ബമ്പർ, 2 ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബോണറ്റ്, ഫോഗ്ലാം കവർ, മെയിൻ ഗ്രില്ല്, എംബ്ലം, പിന്നെ ടൈലാമ്പ്, ഡിക്കി ഗാർണിഷ്, അതുപോലെ തന്നെ ഗ്രിൽ സ്റ്റാൻഡ്, ബമ്പർ ലോക്ക്, പിന്നെ ബമ്പർ ഗ്രില്ല്, ബമ്പർ, ഇത്രയും ഐറ്റംസ്. ഫ്രണ്ടത്തെ ഒരു കിറ്റും ബാക്കത്തെ ഐറ്റംസ്. അത് അത്ര മതി മാറ്റാൻ. അപ്പൊ അതിന് 30000 രൂപയ്ക്ക് കൊടുക്കും, 26000 കൊടുക്കും. പക്ഷെ അതെന്താ വെച്ചാൽ ഈ ബോണ്ടിന്റെ നല്ല ക്വാളിറ്റി ആണെങ്കിൽ 30000 രൂപ. ഈ ഫിറ്റിംഗും കിട്ടും.
ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചെയ്തു പോകും 4000 രൂപ അല്ലേ. അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ഇന്നോവ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 30,000 രൂപയും കൊണ്ട് ഇവിടെ വന്നാൽ രാവിലെ കൊണ്ടുവന്ന് വണ്ടി കൊടുത്താൽ വൈകുന്നേരത്തിനുള്ളിൽ ഇവർ കൺവേർട്ട് ചെയ്ത് തന്നുകൂടും കേട്ടോ. അതിന്റെ സാധനങ്ങളാട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോക്കൽ സാധനങ്ങളൊന്നും അല്ല. ഇതുണ്ടോ ഇതിന്റെയൊക്കെ ഒരു ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ എന്നാ ക്ലീൻ ആണെന്നറിയോ, അത്രയ്ക്ക് നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ വെറും ചാത്തൻ സാധനം വില കുറച്ച് നിങ്ങൾക്ക് തരുന്നതല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ സാധനങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതൊക്കെ ആണെങ്കിലും അത്രയും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും വരില്ല. പിന്നെ മെയിനായിട്ട് സാധനം എന്ന് പറയുന്നത് ഈ ബോണ്ടാണ് കേട്ടോ. ഇതിനൊക്കെ മിനിമം എത്ര കിലോ ഉണ്ടാവും? ഇതിനൊക്കെ 15-16 കിലോന്റെ അത്രയും അടുത്ത് വരുന്നുണ്ട് അല്ലേ. ശരിക്കും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. അത് ബ്ലാക്ക് കളർ നേരെ പെയിന്റ് സാധാരണ കുറഞ്ഞ ക്വാളിറ്റി ജസ്റ്റ് പെയിന്റിങ് പുട്ടി വർക്കിന് ആവശ്യമില്ല. ഇത് നേരെ പ്രൈമർ അടിക്കുക, പെയിന്റ് അടിക്കുക, ഡയറക്റ്റ് പെയിന്റ് അടിച്ചാൽ അല്ലേ. അത്രയും നീറ്റ് സാധനമുണ്ട്. അപ്പോൾ ഇന്നോവ നിങ്ങൾക്ക് ഏതെങ്കിലും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 30,000 രൂപ കൊണ്ട് ഇങ്ങ് പോലെ ഇവർ മാറ്റിത്തരും. അതിന്റെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ, പോളോ ആണല്ലേ. അതായത് 2010 പോളോ 2018 പോളോ ആക്കണമെങ്കിൽ അതെ. ഇത് 16 മോഡലാണ്, 15-16. അതിന് ഡബിൾ ബാരൽ മേലെ വേറെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മാറ്റണമെങ്കിൽ നിങ്ങൾ ഹെഡ്ലൈറ്റ് മാറണം. ഇതിന് ഒന്നിന് എന്ത് വിലയുണ്ട്? ഇതിന് പീസിന് 3200 ഇമ്പോർട്ടഡ് ക്വാളിറ്റി ആട്ടോ. ഇപ്പൊ ഡബിൾ സിംഗിൾ ബാരൽ മറ്റേതാണ് 2900 ഉള്ളൂ. ഇതിന്റെ ക്രോം വരുന്നതാണ് 2900 ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇത് കറക്റ്റ് ഒറിജിനലിന്റെ അതേ ക്വാളിറ്റി മനസ്സിലാവും. നല്ല ഇത് പഴയതല്ല കേട്ടോ, പുതിയതാണ്. അതായത് യൂസ്ഡ് അല്ല, ഉപയോഗിക്കാത്ത നല്ല ഒന്നാന്തര സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ളതെല്ലാം നമ്മുടെ പോളോ കൺവേർട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് മുഴുവൻ പോളോ കൺവേർട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു പോളോ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് വില റേറ്റ് വരും? പോളോയുടെ സ്റ്റാർട്ടിങ് കിറ്റ് വരുന്നത് 11,500 ആണ്. ഇത് എനിക്ക് ഒന്ന് ഹെഡ്ലൈറ്റ് ഒക്കെ കണക്ട് ചെയ്യാൻ അതിന്റെ ഫോഗ് ലാമ്പ് വെക്കുന്ന ബ്രാക്കറ്റ് ആണ്. പുതിയ മോഡൽ നമ്മൾ മാറ്റം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഒരുപാട് ബ്രാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ബമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അല്ലേ. ഗ്രില്ല് അതാണ് നമ്മളെ മെയിൻ മാറ്റമുള്ളത്. ഹണികോം ഗ്രില്ല് എന്ന് പറയുന്ന ഗ്രില്ലാണ്. അതെ അതെ അതെ. അപ്പൊ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, ജസ്റ്റ് ഒന്നും ചെയ്യണ്ടല്ലേ, ജസ്റ്റ് ഒരു ഇതിനൊരു മാറ്റ് ഫിനിഷ് ആണ്. ജസ്റ്റ് ഒരു ഗ്ലോസി പെയിന്റ് അടിക്കണം, അത്രേ ഉള്ളൂ. ബമ്പറും ഗ്രില്ലും ഒന്ന് പെയിന്റ് അടിക്കണം. ഓക്കെ, ബാക്കിയൊക്കെ അതേപടി ഫിറ്റ് ചെയ്യാം. അതായത് ഒരു പോളോയ്ക്ക് എന്തൊക്കെയാ ഉണ്ടാവുക? രണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയ ഐറ്റംസ് ആണ്. ഇങ്ങനത്തെ ഒരു ലിപ്പ്, അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ്. ഓക്കെ, ഇപ്പൊ അതൊക്കെ ഇതിന്റെ ഒക്കെ പേര് നോക്കി, ഫോഗ്ലാം കവർ സ്ട്രിപ്പ്, അങ്ങനെ കുറെ ഐറ്റംസ്. ബമ്പർമ അതിന്റെ ഫ്രണ്ടിലായി മൊത്തം. അതെ അല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, സ്ട്രിപ്പ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. ശരിക്കും പോളോന്റെ റേറ്റും കൂടി ഒന്ന് പറഞ്ഞാൽ 11,500 ആണ് ഈ കിറ്റ്. ഇതിന് MRP റേറ്റ് വരുന്നത് നോക്കിയൊക്കെ 17,000 ആണ്. അതിന് 11 സംതിങ്. സെയിം ഇമ്പോർട്ടഡ് വരും. ഇതിപ്പോ ഇന്ത്യൻ മെയ്ഡ് ക്വാളിറ്റിയാണ്. ഇമ്പോർട്ടഡ് വരുമ്പോൾ 13 ആവും. പക്ഷെ അത് കുറച്ചുകൂടി നല്ല ഫിനിഷിംഗ്, ബമ്പറിന്റെ ഫിനിഷിംഗും ഇതിന്റെ ഫിനിഷിംഗ് ഒന്നുകൂടി കൂടും അല്ലേ. അതാ ഞാൻ പറഞ്ഞത്. അതായത് ടൊയോട്ടേന്റെ ഒരുവിധം എല്ലാ വണ്ടികളും, പിന്നെ പോളോ വെന്റോയും പറ്റും അല്ലേ. അങ്ങനെയുള്ള വണ്ടികളുടെ ഏതിന്റെ കൺവേർട്ട് ചെയ്യാനാണെങ്കിലും നേരെ ഇങ്ങോട്ട് പോരും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് 1-2 സാധനങ്ങൾ കൂടി കാണിച്ചത്. ഇത് നമ്മുടെ ടൊയോട്ടേന്റെ ഒറിജിനൽ സാധനമാണ്. അതായത് എറ്റിയോസിന്റെ ടെയിൽ ലാമ്പ് അല്ലേ. ഈ ടെയിൽ ലാമ്പ് അതായത് കമ്പനീന്റെ ബാഡ്ജിങ്ങോട് കൂടി വരുന്ന കമ്പനി ഒറിജിനൽ സാധനം. ഇതിനെന്ത് വിലയുണ്ട്? 1650 നിങ്ങൾ കൊടുക്കുന്ന വില. ഇത് ശരിക്കും കമ്പനി പ്രൈസ് എത്രയാണ്? 1900 സംതിങ് ഉണ്ട്. അപ്പോൾ 100-300 രൂപേന്റെ ഡിഫറൻസ്. ശരിക്കും ടൊയോട്ട കമ്പനി ഇറക്കുന്ന സാധനം കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡോ ഒന്നും അല്ല. അതേപോലെ തന്നെ ഈ ഇരിക്കുന്നതൊക്കെ എന്തൊക്കെയാ സംഭവം? ഇതൊക്കെ ഇറ്റിയോസിന്റെ കിറ്റുകള്, ക്രിസ്റ്റയുടെ കിറ്റുകള്, ഇന്നോവ ഗ്രില്ല്, ഇതൊക്കെ ഒരു സെക്ഷൻ ആണ് അല്ലേ. പിന്നെ ഇതൊക്കെ ഫോർച്യൂണറിന്റെ ബോണ്ട്, ടൈപ്പ് 2 കൺവേർഷനുള്ള ബോണറ്റുകൾ, ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫെൻഡറുകളുടെ ഒരു വലിയ സെക്ഷൻ തന്നെ ഇരിക്കുന്നത് മുഴുവൻ ഫെൻഡറുകളാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മഡ്ഗാർഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു വണ്ടീൻ്റെ എന്തെല്ലാം സാധനങ്ങളുടെ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവർ ഇവിടുന്ന് തരും കേട്ടോ, നിങ്ങളുടെ വണ്ടി കൺവേർട്ട് ചെയ്യാൻ വേണ്ടുന്നത്. അതുപോലെ തന്നെ ഇനി ഇവരുടെ മേലോട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്, അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇവരുടെ കടയുടെ തൊട്ട് മേലുള്ള ഗോഡൗണിലോട്ട് കയറുക. ഇങ്ങോട്ട് കയറുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇറച്ചിക്കടയിൽ പോയ ഫീലാണ് അല്ലേ. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇത് മുഴുവൻ യൂസ്ഡ് ഐറ്റംസ്, ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയ സെക്ഷൻ ഹെഡ്ലൈറ്റുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്. ഇത് മുഴുവൻ നമുക്ക് യൂസ്ഡ് ഒറിജിനൽ വരുന്ന ലൈറ്റ് ആണ്. അതിനൊക്കെ എന്ത് വില വരും? സ്വിഫ്റ്റിനൊക്കെ 1000 രൂപ ഉള്ളൂ. ഓക്കെ, 1000 രൂപയ്ക്കൊക്കെ 800 രൂപയൊക്കെ ഉള്ളൂ. യൂസ് സാധനങ്ങൾ കിട്ടും. പിന്നെ ഈ ഒരു ഇതൊക്കെ ന്യൂ മോഡൽ ഷിഫ്റ്റിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ഏതാ ഇപ്പത്തെ ഷിഫ്റ്റ് ഉണ്ട്, ഇപ്പൊ പുതിയ വണ്ടി അല്ലേ. ഓക്കെ, ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? 1100 1200 വൃത്തിക്കനുസരിച്ച്. ഇതിനൊക്കെ ചെറിയ ക്ലീൻ ചെയ്താൽ കിട്ടും കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു 1000 രൂപ മുതൽ 2000 രൂപേന്റെ ഉള്ളിൽ അല്ലേ മാക്സിമം വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് മുഴുവൻ ബമ്പറുകളാണ് കേട്ടോ. അതായത് ഫ്രണ്ടും ബാക്കും ബമ്പറുകൾ. അതായത് ഒരുവിധം എല്ലാ വണ്ടികളുടെയും ബമ്പർ ഐറ്റംസ് ഇവിടെ കിട്ടും. പിന്നെ സ്വിഫ്റ്റ്, റിറ്റ്സ്, മാരുതി, അൾട്ടോ, മാരുതി ആണെങ്കിൽ സ്വിഫ്റ്റ്, ഡിസയർ,
അൾട്ടോ, പിന്നെ കാർ 800, ഒരുവിധം എല്ലാ വണ്ടികളുടെയും ബമ്പർ പറഞ്ഞാൽ ഒരു ഇതെല്ലാ റേഞ്ചും ഉണ്ട്. പിന്നെ ഹുണ്ടായിലൂടെ ഒരു i20 i10, പിന്നെ ടൊയോട്ടയിലെ മെയിൻ ആയിട്ട് വരുന്ന ഫോർച്യൂണർ, ഇന്നോവ, യാരിസ്, അങ്ങനെ എല്ലാ വണ്ടിയും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഏത് വണ്ടീന്റെയും ബമ്പർ ഐറ്റംസ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രില്ല് സാധനങ്ങളൊക്കെ സെപ്പറേറ്റും ഉണ്ട്. അപ്പൊ ഇനിയാണ് നിങ്ങൾക്ക് ഞാൻ മെയിൻ സാധനം കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ സാധനങ്ങൾ ഇനിയാണ് കാണാൻ പോകുന്നത്. ബ്രോ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തുടങ്ങിയാലോ? ഓക്കെ. അതായത് നിങ്ങളടുത്ത് ഒരു 2017, 18, 19 മോഡലൊക്കെ ഫോർച്യൂണർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോർച്യൂണർ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കൺവേർട്ട് ചെയ്ത് ലെജൻഡർ ആക്കണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ അല്ലേ? എല്ലാം അടക്കം ഫുള്ള്, അതായത് ഒന്നുമില്ലാണ്ട് പെയിന്റിങ് അടക്കം കംപ്ലീറ്റ് പണി നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ കേട്ടോ. ഏകദേശം 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം മേടിച്ചാൽ നിങ്ങളുടെ പഴയ മോഡൽ ഫോർച്യൂണർ കംപ്ലീറ്റ്ലി ലെജൻഡർ ആക്കി മാറ്റാം. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നോവ ശരിക്കും നമുക്ക് ടൈപ്പ് 2 ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 30,000 രൂപ മതി. ഇത് പിന്നെ കുറച്ചും കൂടി കോസ്റ്റ്ലി വരും. അതെ അതെ. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ സാധനങ്ങൾ കാണിച്ചാൽ ഇത് ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയാണ്. അതായത് ഇതാണ് എന്റെ മോനെ, ഇത് നല്ല കാണണ്ടല്ലോ, നല്ല കമ്പനി 1,15,000 വരുന്നതാണ്. 1,15,000 പീസിന് കമ്പനി വിലയുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോ എല്ലാം കൂടി 1 ലക്ഷം രൂപ കിറ്റാണ്. ഇതില് പെയിന്റിംഗ് അടക്കം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്സ് മാത്രമായിട്ടും കൊടുക്കാൻ പറ്റും. ഇപ്പൊ പാർട്സ് മാത്രം മതി. പെയിന്റിംഗ് ഇല്ലെങ്കിൽ എത്ര 80 സംതിങ് ആണ് റേറ്റ്, അത്രേ വരുള്ളൂ അല്ലേ? അതായത് ഒരു ഹെഡ്ലൈറ്റിന്റെ പൈസക്ക് നിങ്ങൾക്ക് മുഴുവൻ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടോ, ഇതിന്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി നോക്കിക്കുക. അതായത് ഇതൊക്കെ ഇമ്പോർട്ടഡ് സാധനമല്ലേ? ഇതൊക്കെ പ്രോപ്പർ ഇമ്പോർട്ട് വരുന്നത്. ഇതൊന്നും ഇന്ത്യൻ മെയ്ഡ് അല്ല, ഒറ്റ പ്രൊഡക്ഷൻ ഇന്ത്യൻ മെയ്ഡ് അല്ല അല്ലേ? ഇത് അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ലെജൻഡറിന്റെ കേട്ടോ. നിങ്ങളുടെ ഫോർച്യൂണർ, പഴയ ഫോർച്യൂണർ ലെജൻഡർ ആക്കണമെങ്കിൽ നേരെ ഇങ്ങ് പോര്. അതുപോലെ തന്നെ ഇനി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇത് അതിന്റെ DRL പോർഷൻ ആണല്ലേ. അപ്പോൾ ഇതൊക്കെ നോക്കിക്കോട്ടോ. അതായത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ചാത്തൻ സാധനമല്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റി സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഗ്രില്ലല്ലേ? മെയിൻ ഗ്രില്ലാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് പാർട്സ് വരുന്നുണ്ട് ശരിക്കും ഇതിൽ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് ഇവിടെ ലോഗോയും വരും കേട്ടോ. ലോഗോ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതൊക്കെ എന്താ സംഭവം? ലെജൻഡ് തന്നെയാ. ഇതൊന്ന് നോക്കിക്കോ, ഇത് ഫുള്ള് ലിപ്പും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, പറഞ്ഞാലും തീരാത്തത്ര സാധനങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടെയിൽ ലൈറ്റും കൂടി കാണിച്ചു തരാം. ഇതുണ്ട്, ഇതൊക്കെ എന്തൊരു വൃത്തിയാണെന്നറിയോ, അത്രയ്ക്കും ഫിനിഷിംഗ് ഉള്ള സാധനം കേട്ടോ. അതായത് എന്താ പറയുക, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ സാധനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ വിത്ത് പെയിന്റിങ്. ഇനി നിങ്ങൾക്ക് പാർട്സ് മാത്രം മതി, പെയിന്റിംഗ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വെറും 85 ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ മുഴുവൻ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണല്ലോ അല്ലേ? മൊത്തം കിറ്റാണ്. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ കിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, വേറെ ആരും കൊടുക്കുന്നില്ല. ഇതൊക്കെ ബോട്ടം വരുന്ന ഒരു പട്ടിയാണ്, അതാ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നത് അല്ലേ? ഓക്കെ, ഇതൊക്കെ നല്ല രസമാണ്. ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള, അതെ അല്ലേ? ആ ഒരു ഗ്ലോസി ഫിനിഷിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. ഇനി ഇതൊക്കെ സിംഗിൾ പീസ് ആണെങ്കിലും കൊടുക്കൂലേ? ഇതൊക്കെ കിറ്റിൽ വരുന്നതാണ്. സിംഗിൾ പീസ് ഓർഡർ ചെയ്ത് കൊടുക്കാം അല്ലേ? നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒട്ടിക്കണമെങ്കിൽ ഇതൊക്കെ ഓർഡർ ചെയ്തോ. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ചെറിയ പൈസയല്ലേ വരുള്ളൂ? ചെറിയ എമൗണ്ട്, ഒരു 500 രൂപേൻ്റെ ഉള്ളിൽ കിട്ടൂലേ? എത്ര വരും ഏകദേശം? ഇത് എനിക്ക് ഞാൻ മുമ്പ് എടുത്തിട്ടില്ല, വലിയ റേറ്റ് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു 1000 രൂപേൻ്റെ ഉള്ളിലൊക്കെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറെ അധികം ഇതൊക്കെ ഇന്നോവയുടെ ഡോറുകൾ അല്ലേ? ഒറിജിനൽ ഡോറുകൾ ഒരു പീസിന് കമ്പനിയിൽ 20 ചില്ലാൻ വിലയുള്ള ഡോറുകളാണ് എല്ലാം. ഒരു ഡോറിന് ഫുൾ സെറ്റ്, അതായത് ഉള്ളിലെ പാർട്സ് ഇല്ലാണ്ട്. ഇതിപ്പോ അയച്ചു വെച്ചാൽ അല്ല, ഞാൻ ചോദിക്കുന്നത് കമ്പനിയിൽ ഉള്ളിലെ പാർട്സ് ഇല്ലാണ്ട് 20 സംതിങ് റേറ്റ് വരും അല്ലേ? ഓക്കെ, ഇതിപ്പോ നിലവിൽ ഏതെങ്കിലുമൊക്കെ വണ്ടി പൊളിച്ചതിന്റെ ഒക്കെ ഊരി വെക്കുന്നതാണ്. ഇത് അത്യാവശ്യം ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് പെയിന്റ് അടിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇൻ കേസ് നിങ്ങളുടെ വണ്ടി ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഡോറൊക്കെ പറ്റ പൊളിഞ്ഞു പോയി മാറ്റി വെച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കമ്പനി പോയാൽ 10-22,000 രൂപ കൊടുക്കണം. നമ്മളിതിപ്പോൾ എത്രയ്ക്ക് കൊടുക്കും? ഇത് 600, 7,000 7 രൂപേൻ്റെ ഉള്ളിലല്ലേ? അത് സാധനത്തിന്റെ ക്വാളിറ്റിയും വ്യത്യാസവും, അതായത് വൃത്തിയും ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഒരു റേറ്റ് പറയുന്നത്. എന്തായാലും ഒന്നാമത് വണ്ടി ക്ലെയിം ചെയ്ത് വരുന്നതല്ല, ഇതൊക്കെ ഓൾറെഡി പൊളിച്ച്, അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുതലുള്ള. ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും, ഇത് നേരെ കയറ്റി വെക്കുക. മാത്രമല്ല അധികം ഇന്നോവയിൽ ഇപ്പോൾ 2006, 2005 മോഡലൊക്കെ ഇപ്പോൾ താഴെ തുരുമ്പേരി ഉണ്ടാവും. തുരുമ്പേരിന്റെ ഇഷ്യൂ എല്ലാം ഉണ്ടാവും. അതെ അതെ. അപ്പൊ അത് പ്രശ്നമില്ല. ഇപ്പോൾ ഇതിപ്പോ 15, 13 മോഡല് പുതിയ തകിട. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അതൊക്കെയാണ് എന്റെ ഗുണം. പിന്നെ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ലെജൻഡറിന്റെ ബമ്പറാണ് കേട്ടോ. ഇത് എല്ലാം കൂടിയാണ്, ബമ്പർ അടക്കം, ബമ്പറും അവിടെ വെച്ചിട്ടില്ല. അതായത് ഒന്ന് പറഞ്ഞു കൊടുത്തോ, ഇപ്പൊ ഫോർച്യൂണർ നമ്മള് കിറ്റ് ചെയ്യുമ്പോ ഫസ്റ്റ് 2 ഹെഡ്ലൈറ്റ്, ബമ്പർ, ഇതിന് എല്ലാ പീസുകളും. ഇതിന് ഫോഗ് ലാമ്പ് DRL വരുന്ന വൈറ്റ് ഫോഗ് ലാമ്പ് വരും. പിന്നെ ഇത്
ഇൻഡിക്കേറ്റേഴ്സ്, ബാക്ക് ബമ്പർ, ബാക്ക് ബമ്പറിന്റെ സ്ട്രിപ്സ്, അതുപോലെ തന്നെ ടൈൽ ലാമ്പ്, പിന്നെ അതുപോലെ തന്നെ ബമ്പർ ഗ്രില്ല്, ഫ്രണ്ട് ഐറ്റംസും ബാക്ക് ഐറ്റംസും മൊത്തം ഒന്നും കുറവുണ്ടാവില്ല. ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ കിറ്റിൽ ഇൻക്ലൂഡ് ആയി. ബോണറ്റ് അടക്കാട്ടോ, ഇത് ഈ മോഡലിന് ബോൺ ടു ഫെൻഡർ മാറ്റില്ല. ഇതിലിപ്പോ ഈ ഫ്രണ്ടത്തെ കിറ്റും ബാക്ക് നമ്മളിപ്പോ ക്രിസ്റ്റൊക്കെ ചെയ്യുന്നത് അതിൽ ഹെഡ്ലൈറ്റും കൂട്ടി ചെയ്യുന്നുള്ളൂ, ഹെഡും ടൈലും കൂട്ടി ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് ബമ്പർ കിറ്റും ബാക്കത്തെ കിറ്റും. അപ്പൊ ഈ സാധനത്തിന് ബോണറ്റും ഇതും വേണ്ട. ഇതിന് ഈ മോഡൽ ഇതിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ബോൺ ടു ഫെൻഡർ അത് വേറെ കിറ്റ് മേലെ വരുന്ന കിറ്റ്. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഇവിടെ ഒരു ഫുൾ ഡോറൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഇത് ഫുൾ സെറ്റ് സാധനമാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഒരു ഡോറിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതെല്ലാം ഉണ്ടാവും. ഗ്ലാസ്, ഇലക്ട്രിക് കോമ്പോണൻസ് എല്ലാം മൊത്തം സെറ്റാണ്. ഇതിനെന്ത് വില അയക്കാൻ കൊടുത്താൽ ഇതിപ്പോ എത്ര 16 രൂപ മാക്സിമം കൊടുത്തതിന്റെ 10,000 അത്രേ ഉള്ളൂ അല്ലേ? മിറർ കിടക്കട്ടോ. അതായത് നിങ്ങളൊന്ന് ആലോചിക്കണ്ട, ഫുൾ ഇലക്ട്രിക്കൽ സാധനങ്ങൾ മിററിന് മാത്രം 2000 വില വരുന്നുണ്ട് അല്ലേ? ആ സാധനമാണ് കംപ്ലീറ്റ് സാധനം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇവിടെ മെയിൻ സാധനമുണ്ട്. അതായത് നമ്മുടെ ഫോർച്യൂണറിന് ലെക്സസിന്റെ കിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ലെക്സസിന്റെ കിറ്റ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള സാധനമാണ്. അതിന്റെ ആ ഒരു ലോഗോന്റെ ഒക്കെ ഫിനിഷിംഗ് കണ്ടോ, നല്ല അടിപൊളി നീറ്റ് സാധനമാണ് കേട്ടോ. ഇതിന്റെ ഒരു ഡീറ്റെയിലും കൂടെ ഒന്ന് പറഞ്ഞോ ബ്രോ. ഇതിപ്പോ 2012 15-16 വരെ ഫോർച്യൂണർ. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ഫോർച്യൂണർ ലെക്സസ്ക്ക് മാറ്റാനുള്ള കിറ്റാണ്. ഇതിന്റെ ഫ്രണ്ട് കിറ്റും ബാക്ക് കിറ്റും വരും. ഹെഡും ടൈലൊക്കെ പഴയ തന്നെയാണ്. ഇതിന്റെ DRL, ഫോഗ് ലാംപ്സ്, ഇവിടുത്തെ സ്ട്രിപ്സ്, അങ്ങനെ മൊത്തം വരുന്ന ഒരു കിറ്റ്. ബാക്കിലൂടെ അതേപടി എന്ത് റേറ്റ് വരും? ഇതിന് ഏകദേശം 67 രൂപ ലെവലാണ് ഈ കിറ്റിന്. എന്നാലും വെർത്ത് ലെജൻഡർ ആണ് എപ്പോഴും ഉറപ്പായിട്ടും. കാരണം അല്ല ഇത് പറഞ്ഞാൽ ഇത് നമുക്ക് മാറ്റാൻ ഇത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പണി വർക്കും പാർട്സ് ഒക്കെ കൂടുതലാണ്. ഇത് തന്നെ ഇപ്പൊ ഇത് ഈ സെയിം കിറ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപേക്ഷ വെക്കുമ്പോൾ അവർക്ക് മാറ്റാൻ വെറുതെ ഇതാണ്. 17 മോഡൽ ലെക്സസ് ആക്കാൻ പറ്റും, 17 മോഡൽ ലെജൻഡർ ആക്കാനും പറ്റും. അപ്പൊ 17 മോഡൽ ഏറ്റവും വെറുതെ നോക്കുമ്പോൾ ലെജൻഡർ ആക്കുന്നത് നല്ലത്. കൊടുക്കുന്ന എമൗണ്ടിന് നല്ല വാല്യൂ ഉണ്ടാവും. ഈ ഹെഡും ടൈലും ഒക്കെ വരും. അപ്പൊ എന്തായാലും ഏകദേശം 70,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ലെക്സസ് കിറ്റ് ചെയ്യാൻ പറ്റും. 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ പെയിന്റിംഗ് അടക്കം നിങ്ങൾക്ക് ലെജൻഡറും ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഈ കിടക്കുന്നത് മുഴുവൻ ബോണറ്റുകളും മറ്റേ ബമ്പറുകളും സാധനങ്ങളും ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് മുഴുവൻ ഇപ്പൊ പുതിയ ലോഡ് വന്ന് ഇറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, സകലமான സാധനങ്ങൾ. ഇത് ശരിക്കും നമ്മുടെ ഇതല്ലേ, സ്പോയിലേഴ്സ് അല്ലേ? ഇന്നോവന്റെ ഒരു സ്പോയിലർ എന്ത് വിലയുണ്ട്? ഇതിൽ കുറഞ്ഞ ക്വാളിറ്റി 1200-1300 വരുന്നത്. അത് കുറച്ച് കൂടി 1650 ആ ലെവൽ വരും അല്ലേ? ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. വെയിറ്റ് കുറവായി, വെയിറ്റ് കുറഞ്ഞാൽ നല്ല സ്പോയിലർ. ഓക്കെ. ഈ 1000 സംതിങ് തന്നെയാണ് ഇന്നോവയ്ക്കും വരിക? അതെ, സെയിം റേറ്റ് എല്ലാം വരുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ കുറെ ബോണറ്റുകൾ ഇരിക്കുന്നുണ്ട്. അതായത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യൻ ബ്രാൻഡിലുള്ള ഏത് വണ്ടീൻ്റെ, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഏത് വണ്ടീൻ്റെ എന്ത് പാർട്സിനും നിങ്ങളിങ്ങ് പോര്. നമ്മുടെ ബഡ്ജറ്റ് ഓട്ടോ സ്പെയർ പാർട്സിലേക്ക് ഇങ്ങ് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊടുക്കും അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇത്രയും സമയം കാണിച്ചു തന്നത് ഇവിടുത്തെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം വിളിച്ചോ. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് തരാനുള്ള സാധനങ്ങൾ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർ, വീഡിയോ കണ്ടാണ് വിളിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടും കൊടുക്കണം കേട്ടോ. അത് ന്യൂ ഇയർ ഓഫർ. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നോളൂ. ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തോ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിലാണ്. വെച്ചാൽ പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ്. അപ്പോൾ പ്രോപ്പർ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിളിച്ചാൽ മതി, വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാലോ. കൊറിയറൊക്കെ ഉണ്ടോ? എവിടേക്ക് വേണമെങ്കിലും ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഇവർ അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ സംഗതികളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത ഒരു പുതിയ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ വരുമ്പോൾ അല്ലേ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ.